അപ്പോൾ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് മുട്ട വരഞ്ഞു പൊരിച്ചത്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 5 മുട്ടയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് മുകൾ ഭാഗം മാത്രം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മുട്ടയല്ല പെട്ടെന്ന് പൊട്ടിപ്പോകും, അകത്തോട്ടൊന്നും നല്ലോണം ആഴത്തിലിട്ട് കൊടുക്കരുത്. മുകൾ ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് 6 മുട്ട ഈ ഒരളവിൽ ഞാൻ കാണിക്കുന്ന അളവിൽ 6 മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ട വേവിച്ചെടുക്കുമ്പോൾ നല്ല പാകത്തിനുള്ള വേവിച്ചെടുക്കാം കേട്ടോ. അധികം കുറേ ഓവറായിട്ട് വേവിച്ചെടുക്കണ്ട. പക്ഷെ ഒട്ടും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ പാകത്തിനുള്ള വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധാരണ ചെയ്യാറുള്ള മസാല തന്നെയാണ് വേണ്ടത്. പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് കുറച്ച് തിക്കായിട്ടാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഒരു പേസ്റ്റ് പരുവത്തിൽ, തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പരുവത്തിൽ ഇത് റെഡിയാക്കി എടുക്കുക. വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. ആദ്യം തന്നെ ഒരുപാട് ചേർക്കുമ്പോൾ നല്ലോണം ലൂസായി പോയാൽ നമുക്കിത് അത്ര നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള തിക്നെസ്സോടെ നമ്മൾ ഈ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിലോട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. മുട്ടയിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം എല്ലാ ഭാഗത്തും. അപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു മുട്ട പൊട്ടിപ്പോയി. അപ്പോൾ സാവധാനം വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ്, നല്ല പാകത്തിന് വെന്തിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും, പൊടിഞ്ഞു പോകും നമ്മളിങ്ങനെ അമർത്തി മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടെ. അപ്പോൾ സാവധാനം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഒരു കാര്യം വിട്ടുപോയി, ഇച്ചിരി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നേരത്തെ തന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കാം. മസാലയൊക്കെ പിടിക്കാൻ കുറച്ച് നേരം മാറ്റി വെക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ലതാണ്. നമ്മൾ സാധാരണ എന്താണെങ്കിലും നമ്മൾ മസാല പുരട്ടി വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അതിനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും എണ്ണ ചേർത്ത് കൊടുക്കണ്ട. ഓവറായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് എണ്ണ ചേർത്തിട്ട് ഇതുപോലെ മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം 4 മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരളവിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു മസാലയിൽ നമുക്ക് 6 മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് മസാല ബാക്കിയുണ്ട്. അപ്പോൾ ഇനി 2 മുട്ടയും കൂടി ഇതിൽ പിന്നീട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നല്ലോണം ഇങ്ങനെ ഇതാക്കിയിട്ടല്ല, സാവധാനം ഇതുപോലെ തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലുള്ള മസാലയൊക്കെ ഇങ്ങനെ മുട്ടയിൽ തന്നെ മസാല പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ മസാലയൊക്കെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര മുട്ട വേണം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ മുട്ട പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, വലിയ പണിയൊന്നുമില്ല. അപ്പം നല്ല ചൂട് ചായക്കൊപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ 2 മുട്ട ബാക്കിയുള്ള മസാലയിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 6 മുട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, നേരത്തെ കാണിച്ച മസാലയിൽ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.